റാംബോയ്ക്ക് ഇതിലൊക്കെ സാറ് താല്പര്യം. പിള്ളേരല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കോൺസ്റ്റബിൾ, ഓ, ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ട് മതിയേ. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. ഓ, പാവം നല്ല മനുഷ്യൻ. സാർ, അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനം ഇരിപ്പുണ്ട്, പറഞ്ഞു വിട്ടേക്ക്. സൽപ്പേരെ, എന്താ സാർ? ആ പെട്ടി താൻ മേടിച്ചേക്കരുത്. നോ സാർ. നമസ്കാരം സാർ. ആ. ഒന്ന് വരണം. അല്ല, അത് അതൊക്കെ പിന്നെ പറയാം. സാറ് വരണം. ഓ, ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ, അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ. ശരി, വാ. ഞാൻ ഗുരുക്കൾ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. കതിരൂർ ഗുരുക്കൽ ആ. തച്ചോളി ഉദയനുമായിട്ട് അംഗം വെട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട്. ഏ? അതാര്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗുരുക്കൾ? വണ്ടിയിലോട്ട് കേറിയാട്ടെ. എടോ, ഇത് എന്റെ വണ്ടിയാ. അതല്ലേ കേറാൻ പറഞ്ഞത്. കേറിയാട്ടെ. ദാ, ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചാട്ടെ. അല്ല, അപ്പൊ അത് കേറിയാട്ടെ. ഡ്രൈവർ, വണ്ടി എടുത്താട്ടെ. വണ്ടി റാസ്കൽ. ഇപ്പൊ തന്നെ മമ്മിയും ഡാഡിയും ഞാൻ കാണാൻ വന്നപ്പോ സഞ്ജീവനൊപ്പം വന്നില്ലല്ലോ. അവിടെ ട്യൂഷൻ, കുട്ടന്മാർക്ക് പരീക്ഷ. കുട്ടന്മാരോ? അവന്മാരാരാ? അവന്മാരല്ല, അവളുമാര്, സഹോദരിമാര്. ചെല്ലക്കുട്ട, മക്കളെ, മോനെ എന്തൊക്കെയാ വിളിക്കുന്നത്? എനിക്ക് ഒരു പെറ്റിനെയും പോലും ഇല്ല. അപ്പൊ എന്റെ മോക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലെന്നോ? അതെ അങ്കിൾ. ആഹാ, ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണെന്ന് നോക്കണ്ട. ഞാൻ CM വിളിച്ച് പറയാൻ മോളെ. അല്ലെങ്കിൽ വേണ്ട, സഞ്ജീവനെ ഞാൻ നേരിട്ട് തന്നെ കൊടുക്കാം. പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. ആഹാ, അളിയനെന്ത് പറയുന്നു? കല്യാണം കഴിച്ചെന്ന് കരുതി സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ കൊന്നുകളയണോ എന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യക്കായിരിക്കണം ഒന്നാം സ്ഥാനം, അല്ലേ സൗദാമിനി? ഒന്നും ഉണ്ടായിരിക്കണോ? സഞ്ജീവന്റെ സഹോദരിമാര് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാ. അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അതവന്റെ മനസ്സിന്റെ നന്മയാ. എന്താ തർക്കമുണ്ടോ അതെനിക്ക്? മോളെ, സഞ്ജീവൻ ഈസ് വെരി ഡിവോട്ടഡ് ആൻഡ് സിൻസിയർ ടു യു. പിന്നെ ഭാര്യയും കെട്ടിയൊരുക്കി ക്ലബിലും പാർട്ടിക്കും ഒന്നും പോകുന്നില്ലായിരിക്കും. അങ്ങനെ നടക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ താളപ്പഴകളും ഉണ്ട്. ആ, മോള് ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സഞ്ജീവന്റെ മഹത്വം എന്താണെന്ന് ഒരിക്കൽ എന്റെ മോൾ അറിയും, അല്ലേ ലക്ഷ്മി? മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. സഞ്ജീവിന്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞങ്ങ് പോവൂലേ. അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവളുമാർക്ക് അടിമയായിട്ട് കഴിയണമെന്ന്. നടക്കില്ല മമ്മി. എന്റെ ശരീരത്ത് ഓടുന്നതേ DGP രാജശേഖരൻ നായരുടെ ബ്ലഡാ. ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെന്ത് കുന്തുവാ? അവളുമാരിന്ന് സഞ്ജീവനിയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും. പറിച്ചെടുത്തോ, വേരറ്റു പോകരുത്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ? ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ? ആണല്ലോ, എനിക്ക് ജോലി തിരക്കുണ്ട്. ആരാ? കാര്യം പറയൂ. ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാ. എന്താ വെൽവിഷർ? പറയൂ. സാർ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ സന്തോഷവതിയല്ലെങ്കിൽ എന്തായിരിക്കും കാരണം? അതവളുടെ കയ്യിലിരിപ്പ്. ഇതറിയാൻ പോലീസ് കമ്മീഷണർ വിളിക്കണമെന്നില്ല. മനഃശാസ്ത്രത്തിനോട് ചോദിക്കാന്നൊരു പങ്ക്തിയുണ്ട്, അങ്ങോട്ട് എഴുതി ചോദിച്ചാൽ മതി. ഞാൻ പറയുന്നത് സാറിന്റെ വൈഫിന്റെ കാര്യമാ. സാറിന്റെ വീട്ടില് ഗീത ഒരുപാട് ടോർച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരിമാരോടുള്ള അമിതമായ സ്നേഹം കാരണം ഭാര്യയെ സ്നേഹിക്കാൻ സാർ മറന്നു പോന്നു. അത് കഷ്ടമല്ലേ സാർ? അവളെയും വിളിച്ചോണ്ട് DGPയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലിൽ ജീവിച്ചൂടെ സാർ? ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അവിവേകം കാണിക്കും, പറഞ്ഞേക്കാം. ഒരു സോഫ്റ്റ് ഹാർട്ട് ആ കുട്ടിയുടേത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കണേ സാർ. ഹലോ. കേട്ട കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോള് വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണ, ഒരു ഭ്രാന്തി. കുട്ടാ, ഏട്ടത്തേക്ക് വെള്ളം കൂടെ. ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ, ഉച്ചക്കടിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരുതരം ആണും പെണ്ണും കേട്ടോ ശിഖണ്ഡി ടൈപ്പ് ശബ്ദം. ഉളംപാറ കേസാ. ഒരുപാട് ഇംഗ്ലീഷൊക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിതു അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു. ചെവിക്കല്ലിലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി. ദേ വീണ്ടും ചുമക്കണോ? ഉച്ചക്കടിക്കണോ? വേണ്ട. ഓ, അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ? ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി DGPയുടെ വീട്ടിൽ പോയി താമസിക്കണ അത്രേ. അല്ല, ഗീതു എന്നെ പറ, ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? മനസ്സിലായില്ലേ? അവളാടി ശബ്ദം മാറ്റി വിളിച്ചത്. നല്ലോണം വേർക്കുന്നല്ലോ. ഇപ്പോഴൊക്കെയാണ് ഒരു AC-യുടെ ആവശ്യം. അധികം സ്മാർട്ട് ആവണ്ട. നിങ്ങൾ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ DGPയുടെ മോളാ. ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന അറിഞ്ഞോണ്ട് തന്നെ വിളിച്ചത്. മാറി താമസിച്ചാൽ എന്താ? നാളെ തന്നെ നമ്മൾ എന്റെ വീട്ടിലേക്ക് മാറുന്നു. നമ്മൾ മാറുന്നില്ല, നിനക്ക് വേണമെങ്കിൽ മാറാം.
അങ്കിളിനും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ? സഞ്ജീവിന് കിട്ടുന്ന മുഴുവൻ ശമ്പളവും കൊടുത്തോ, എനിക്ക് ഒരു വിരോധവും. എന്താ അത് പോരെ? പോരാ. ഡാഡിയുടെയും മമ്മിയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിച്ച് വളർന്ന നിനക്ക് പെറ്റമ്മയില്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ ദുഃഖം ഈ ജന്മം മനസ്സിലാവില്ല. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. പെങ്ങന്മാർക്ക് എന്തുമാത്രം പെറ്റ് നെയിംസാ. കുട്ടന്മാരെ, മോളെ. എന്നെ ഒരിക്കലെങ്കിലും മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ? അയ്യോ, നിന്നെ പലപ്പോഴും മോളെ എന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ മോളേക്ക് മുമ്പ് വേറെ ചിലത് കൂടി ചേർക്കേണ്ടി വരും. അതെന്താ അത്? പുന്നാര മോളേ, കരളിന്റെ മോളേന്നൊക്കെ. എടി, വീട്ടിൽ സ്ഥാനം വേണമെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം, പിന്നെ നല്ല ഭാര്യയാവണം. ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. നീ ഇത് കേട്ടിട്ടുണ്ടോ? മലയാളം പാട്ടും കവിതയൊന്നും എനിക്കറിയില്ല. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, ഇനി പഠിക്കുകയും വേണ്ട. അതാണ് അടിസ്ഥാനപരമായ കുഴപ്പം. നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഒരു ചമ്മന്തി അരയ്ക്കാൻ നിനക്കറിയോ? പോട്ടെ, ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയോ? കല്യാണത്തിന് മുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ എന്റെ സഹോദരിമാർക്ക് ഏട്ടത്തെയാവണം, അമ്മയാവണം, കൂട്ടുകാരിയാവണം എന്നൊക്കെ. എല്ലാം ആയില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്നായിക്കോട്ടെ നിനക്ക്. 2 മലകൾ തമ്മിൽ ചേരും, പക്ഷെ 4 തമ്മിൽ ചേരില്ല. അതെന്റെ കാര്യത്തിൽ തെറ്റാ. എനിക്ക് 2 ഭാര്യമാരല്ലേ. ഒരവശബ്ദം ഇന്നുവരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം അവളുമാർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ല. പക്ഷെ എവിടെ വരയ്ക്കണമെന്നുള്ളത് അവളുമാര് തീരുമാനിക്കും അല്ലേ? കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ IPS കാരനാക്കിയത്. എന്നിട്ടും എന്റെ തന്തയ്ക്ക് വിളിച്ച സർക്കിളില് അവൻ തന്തയ്ക്ക് വിളിച്ചില്ല. ആദർശവാദി. എന്റെ മരുമോള് നല്ലോളാ, ദേവതയാ. അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പൊ ജീവിക്കുന്നത്. എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം DGPയുടെ മോള് വാങ്ങി തന്നതാ. അതിന്റെ അന്തസ്സ് എനിക്കുണ്ടടാ. കേട്ടോടാ സഞ്ജീവാ. മർമ്മം നല്ല ഫോമിലാണല്ലോ. കേട്ടില്ലേ? കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന്. ശരിയാണോ സാർ? എനിക്കറിയില്ല. താൻ പിടിച്ചോണ്ട് റൂമിൽ കൊണ്ട് കിടത്തോ. സാർ. സഞ്ജു, കോഫി. എന്താ ഇത്? ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ഇതെന്താ? കാപ്പിയോ ഭാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടാ ഉണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിൽ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാനാ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തതാ. അയ്യോ ഏട്ടത്തി, വേണ്ട. കോഫി ചീറ്റിപ്പോയി. പോട്ടെ, I'll make breakfast. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തല കുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ, എടുത്തത് പാത്രത്തിനടപ്പാ. ദോശകല്ല് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചൂടെ ഇവളുമാർക്ക്? ഞങ്ങളും കൂടെ സഹായിക്കാം ഏട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ. ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. I'll give you a wonderful breakfast. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജമ്മ സുഹൃതം. എന്തേ, ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ, ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How's it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ?
ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ. ഉയ്യോ. ഓ, ആ. കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്ക് കൊടുക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാൻ ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോവും. സഞ്ജു, സഞ്ജു, ദിസ് ഇസ് നോട്ട് ദ മാറ്റർ ഓഫ് ഫുഡ് ബട്ട് ദി മാറ്റർ ഓഫ് ഇന്റിമസി. സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങന്മാരാ. അവിടെ വൈഫിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നോട് ഈ ഇഷ്ടക്കേട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അതാരും കഴിക്കല്ലേ, ഞാനിപ്പോ ചത്തുവേ. അയ്യോ 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 അയ്യോ. കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്, അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല. നിങ്ങൾ വിജയിച്ചു.